ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്പനയിലിൽ കണ്ട അപ്രതീക്ഷിതമായ ഭാഗ്യം, അതായത് ലോട്ടറി ഭാഗ്യം, ചിട്ടി, ബിസിനസ്സിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ ധനവർദ്ധനവ്, ഇതിനൊക്കെ വേണ്ടി ജപിക്കാൻ കഴിയുന്ന ലക്ഷ്മി കുബേര മന്ത്രത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ലക്ഷ്മി കുബേര മന്ത്രം പൂജാവിധി വിധാനങ്ങളോടുകൂടി ജപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതായിരിക്കും. അതിന് കുറച്ച് നിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ലക്ഷ്മി കുബേര വിഗ്രഹം പീഠത്തിൽ സ്ഥാപിച്ച് അർച്ചന ചെയ്യണം. അതായത് പുഷ്പാർച്ചനയൊക്കെ ചെയ്തിട്ട് നമ്മൾ നെയ്വിളക്ക് കൊളുത്തി വെച്ചിട്ടൊക്കെ ജപിച്ചാൽ വളരെ നല്ലതാണ്, കുബേര മുദ്രയൊക്കെ പിടിച്ചിട്ട്. അതല്ല, ഇതിനൊക്കെ പ്രയാസമുള്ളവരാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സാധാരണ മറ്റു മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരാറില്ലേ, അതുപോലെ അതിരാവിലെ കുളിച്ച് വെള്ള വസ്ത്രം ധരിക്കണം എന്ന് മാത്രം. വടക്കു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും വേണം. അതായത് കുബേര ഭഗവാന്റെ ദിശ വടക്കു ഭാഗമാണ്. പറ്റുമെങ്കിൽ കുബേര മുദ്ര അറിയുമെങ്കിൽ കുബേര മുദ്ര പിടിച്ചോളൂ. അതായത് എങ്ങനെ പറഞ്ഞു തരിക, ചെറുവിരലും മോതിര വിരലും ഉള്ളിലേക്ക് മടക്കി ബാക്കി 3 വിരലല്ലേ പിന്നെ ഉണ്ടാവുക. ആ 3 വിരലിൽ നടുവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും അഗ്രഭാഗത്തേക്ക് നമ്മുടെ പെരുവിരൽ മുട്ടിക്കുന്നതാണ് കുബേരമുദ്ര എന്ന് പറഞ്ഞാൽ. പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും ഇങ്ങനെ പറയുമ്പോൾ. സാരല്ല, യൂട്യൂബ് ചാനലിൽ കുബേരമുദ്ര എന്നടിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അതിലങ്ങനെ കാണിക്കും, അത് നോക്കിയാൽ മതി. ഇനി അത് പിടിക്കാൻ പ്രയാസമാണെങ്കിൽ അതും സാരമില്ല, വെള്ള വസ്ത്രം എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമല്ലോ. അത് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട്, അതായത് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വടക്കു ഭാഗത്തേക്കിരുന്ന് അതിരാവിലെ കുളിച്ച് വൃത്തിയായി ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും ഫോട്ടോയ്ക്ക് മുന്നിലിരുന്ന് സാധാരണ വിളക്ക് കൊളുത്തി വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഇനി മന്ത്രം പറയാം. ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരയ പുരയ നമ. ഒന്നുകൂടി പറയാം. ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരയ പുരയ നമ. ഇതാണ് മന്ത്രം. 21 ദിവസം കുറഞ്ഞത് ജപിക്കണം. എത്രത്തോളം കൂട്ടി ജപിക്കാൻ കഴിയുന്നുവോ അത്രയും ജപിച്ചോളൂ. ശ്രേഷ്ഠമായ മന്ത്രമാണ്. പ്രേക്ഷകർക്ക് എന്താണോ ആഗ്രഹം മുൻനിർത്തി എത്രത്തോളം നിങ്ങളുടെ ആത്മാർത്ഥതയും അതായത് സമർപ്പണവും ഉണ്ടോ അത്രത്തോളമാണ് മന്ത്രത്തിൻ്റെയും ഫലം ലഭിക്കട്ടോ. അല്ലാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മന്ത്രം ജപിച്ചാൽ ഇങ്ങനെ ഫലം കിട്ടണമെന്നില്ല. ജപിച്ചോളൂ, തുടർച്ചയായിട്ട് ജപിച്ചോളൂ. വടക്കു ഭാഗത്തേക്കിരുന്ന് വെള്ള വസ്ത്രം ധരിച്ച് തീർച്ചയായും ഫലം കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ പ്രേക്ഷകരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്